ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഓക്കെ കൺമണി. അപ്പോൾ ഞാൻ തിരിച്ചിന്ന് കോഴിക്കോട് പോവാണ് കേട്ടോ. അപ്പോൾ സർജറിക്കൊക്കെ ആയിട്ട് വീട്ടിൽ വന്ന് റെസ്റ്റ് ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടില്ല. പക്ഷേ എനിക്ക് അർജൻറ്റായിട്ട് കോഴിക്കോട് പോകേണ്ട ആവശ്യമുണ്ട്. അവിടെ അമ്പലത്തിൽ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലെന്തായാലും ഞാൻ പങ്കെടുക്കണം. ഇപ്പോൾ ഒരു സമയം ഒരു 6 മണിയൊക്കെ ആയിട്ടുള്ളൂ കേട്ടോ. ആദർശേട്ടൻ ഇപ്പോൾ രാവിലെ നേരത്തെ ആദർശേട്ടൻ എനിക്കും. അപ്പോൾ നോലുമ്പായ കാരണം ആദർശേട്ടൻ വേറെ സ്ഥലത്താട്ടോ കിടന്നത്. അപ്പോൾ രാവിലെ തന്നെ എൻ്റെ അടുത്ത് വന്നിരിക്കാട്ടോ ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ. അപ്പോൾ ചേച്ചി എൻ്റെ അടുത്ത് ഞങ്ങളൊക്കെ എല്ലാവരും ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ ഇവിടെ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു, വർത്താനം പറഞ്ഞിരിക്കുകയായിരുന്നു. പിന്നീട് പോയി കിടന്നതാണ് കേട്ടോ. പിന്നെ ഞാനിത് ആദർശേട്ടൻ എന്നെ കിടക്കാൻ സമ്മതിച്ചില്ല. അങ്ങനെ ഞാനും എനിറ്റിട്ട് ഇപ്പോൾ ഒരു 7 മണിക്ക് ആയിട്ടുള്ളൂ ഈ സമയം. അപ്പോൾ ഞാനും വന്നിട്ട് ഉമ്മറത്തൊക്കെ പോയിരുന്നു. ചേച്ചി വീണ്ടും പോയി കിടന്നു. അതുവരെ ഞങ്ങൾ കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞിട്ട് അവിടെ ഇരുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തോ പറഞ്ഞപ്പോൾ ഞാൻ കിടക്കായിരുന്നു. അപ്പോൾ ആദർശേട്ടൻ വന്ന് കാലും അടിച്ചതാണ്. പക്ഷെ ഞാൻ തട്ടിയപ്പോൾ കറക്റ്റ് ആദർശേൻ്റെ മറ്റേ എല്ല് പൊട്ടിയ കൈമയാണ് ഞാൻ ചവിട്ടിയത് ഗൈസ്. അപ്പോൾ ആദർശേട്ടൻ വേദനിച്ചിട്ട് അവിടെ നിൽക്കാട്ടോ. കുറച്ചൊക്കെ ഒരു ആക്ടിങ് ഉണ്ട്, ഫുള്ളായിട്ട് അധികം ചെറുതായിട്ട് വേണ്ടിയിട്ടുണ്ടാവും. പക്ഷെ ഇതൊക്കെ ആക്ടിങ് ആണ് ഗൈസ്. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ എനിക്ക് വേഗം കുളിച്ചു കേട്ടോ. ഒരു 8 മണിയുടെ ഉള്ളിൽ തന്നെ കുളി 2 പേരുടെയും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അമ്മ അടുപ്പത്ത് നല്ല തണവ ഗൈസ്. ഒന്നാമതേ ഡിസംബർ മാസമല്ലേ, അപ്പോൾ നല്ല തണവുണ്ടായിരുന്നു. അപ്പോൾ അമ്മ ചൂടുവെള്ളമൊക്കെ രാവിലെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മദർശേൻ്റെയും കുളിയൊക്കെ കഴിഞ്ഞു. ഭൂരിയായിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഭൂരിയും പിന്നെ ഗ്രീൻ ബീൻസ് കറിയായിരുന്നു ഉണ്ടായിരുന്നത് രാവിലെ ചായക്ക് കേട്ടോ. ഇഷ്ടമില്ല, ഇഷ്ടം വെച്ചാൽ മതിയായിരുന്നു. അമ്മ നാളെ ഇങ്ങനെ വേറെ പിന്നെ നമ്മൾ സിനിമയൊക്കെ കണ്ടിട്ട് ചായ കുടിക്കായിരുന്നു കേട്ടോ. നിറം സിനിമ ഉണ്ടായിരുന്നു. ഇപ്പോൾ രാവിലത്തെ നമ്മുടെ ഏഷ്യനെറ്റ് മൂവീസിലുണ്ടാവുമല്ലോ, അങ്ങനെ അതൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ തേജപ്പിരുന്നത് ഒറ്റയ്ക്കിരുന്ന് ചായ കുടിക്കായിരുന്നു. അതൊക്കെ കുറേ നേരം ഞാൻ ചെറിയ ഷോർട്സ് ആയിട്ട് എടുത്തേക്കണേ. അപ്പോൾ ഞങ്ങൾ പോണ വഴിക്ക് ഇവളേനും കൂടിയും വീട്ടിലാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവളെ കുളിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ തേജപ്പ ഒറ്റയ്ക്ക് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് തേജപ്പൻ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുക കേട്ടോ. അപ്പോൾ എന്നോട് കുറേ പേരാണ് ഹോം ടൂർ ചോദിക്കുന്നു. അപ്പോൾ ഞാൻ ഇടാം. അപ്പം അമ്മ ആകെ അവിടെ മാറ്റം വരുത്തിയിട്ടുണ്ട്. അപ്പോൾ അമ്മ ഇതിൻ്റെ സാധനങ്ങളൊക്കെ പറക്കി കൊണ്ടുവന്നിട്ട് എടുത്ത് വയ്ക്കാം കേട്ടോ. അപ്പോൾ ഞാനും അത് ചാർജർ കാര്യങ്ങളൊക്കെ എടുക്കാം. പിന്നെ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് ഒക്കെ ഷടപടേന്നായിരുന്നു. ഞങ്ങളൊരു 9 മണിയാകുമ്പോഴേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ തുണികളൊക്കെ നിലത്തി വീണു. അപ്പം ഇത് കവറൊക്കെ ആക്കിയിട്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ളൊരു ചേച്ചി കേട്ടോ, അവിടെ ആളെന്തോ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇറങ്ങാണ് ഗൈസ്. അതിൻ്റെ ഇടയിൽ അമ്മ റൂമിലും അവിടെ ഇവിടെയൊക്കെ പോയിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു. കാരണം ഇത്രയും നാൾ ഞാൻ വീട്ടിലുണ്ടായിരുന്നില്ല. അപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര വിഷമം. ഞാൻ എന്നിട്ട് ഇപ്പോഴും അത് കോഴിക്കോട് എത്തിയിട്ട് ഫോൺ വിളിക്കുമ്പോഴും ഒക്കെ കരച്ചിൽ തന്നെയാവും. അപ്പം ഇനി 2 ദിവസം കഴിഞ്ഞ് അമ്മ ഇങ്ങോട്ട് തന്നെ എത്തും. അത് കഴിഞ്ഞാൽ ഞാൻ വീട്ടിൽ പോകും. ഇവിടുത്തെ പരിപാടി കഴിഞ്ഞാൽ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോകട്ടോ. അപ്പം അങ്ങനെ ഞങ്ങൾ ഇറങ്ങി ഗൈസ്. അപ്പോൾ ഇത്രയും നാൾ ഞാനും ചേച്ചി 2 ദിവസം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഞാൻ കുറേ നാളുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞാൻ ഇവിടെ വന്ന് എന്താക്കും എന്നൊക്കെ എന്ന് വെച്ചാൽ അമ്മയ്ക്കൊരു പേടി. കാരണം ഭാരമുള്ളത് എന്തെങ്കിലും എടുത്ത് പൊക്കോ എന്നൊക്കെ ഒരു പേടി അമ്മയ്ക്കും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ അജിയേട്ടൻ വീട്ടിലത്തെ ഞാൻ പറഞ്ഞില്ലേ ബീനേച്ചി എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ ഓപ്പോസിറ്റുള്ള വീട്ടിലത്തെ. അപ്പോൾ അവിടുത്തെ അജിയേട്ടൻ ഗൾഫിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അജിയേട്ടനും ആദർശേട്ടനും ഫസ്റ്റ് മീറ്റ് ആട്ടോ. അപ്പോൾ അവരിങ്ങനെ സംസാരിക്കായിരുന്നു. കാറിലെ പൊടി നിങ്ങളൊന്നും വിചാരിക്കരുത് ഗൈസ്. ആകെ കഴുകിയിട്ട് നമ്മൾ വണ്ടി ഓടിച്ച് കഴിഞ്ഞാൽ പൊടി പാറിയിട്ടുണ്ടല്ലോ, അങ്ങനെ ആകെ പൊടി പിടിച്ചിരിക്കുക. പിന്നെ ആദർശേട്ടനും ഒറ്റക്കയ്യേ, ഞാനും ഇല്ല. അപ്പോൾ ഓൾറെഡി നമുക്ക് കുറച്ച് ഇതാണ് കഴുകാനും വൃത്തിയാക്കാനും ഒക്കെ വേണ്ടിയിട്ട്. അപ്പോൾ ഒരാളുടെ ഹെൽപ്പില്ലാതെ ആദർശേട്ടനും ഇത് സെറ്റാക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഞാൻ എൻ്റെ ചേച്ചിയോട് ഫ്രണ്ടിലിരിക്കാൻ പറഞ്ഞു. കാരണം തേജപ്പനയ്ക്ക് മടിയിൽ വെക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ചേച്ചിയും ആദർശാനും ഫ്രണ്ടിലിരുന്നു, ഞാൻ ബാക്കിലിരുന്നു. ഓൾറെഡി നമ്മുടെ കാറിൽ ഇതുണ്ട്, ടയറും കാര്യങ്ങളൊക്കെ ആദർശേട്ടൻ അലോയൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഇതിൽ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഇറങ്ങിയിട്ടു. ഞാൻ പിന്നെ തിരിഞ്ഞ് നോക്കിയില്ല, കാരണം അമ്മ കരയുണ്ട് അവിടെ നിന്നിട്ട്. കാരണം ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ. കാരണം എനിക്കത് ഭയങ്കര എന്തോ വിഷമവും. പിന്നെ 2 ദിവസം കഴിഞ്ഞാൽ വരും എന്നുള്ളൊരു സമാധാനം. പോവാൻ മടിയേനും അമ്മ ഒറ്റയ്ക്ക് ആവുന്നവരോട്ട് പോവില്ല. എല്ലായിടത്തേക്കും അമ്മമ്മേടൊക്കെ പോയി നിൽക്കും അങ്ങോട്ട്. അങ്ങനെ ഇതാ ഞങ്ങൾ ചേച്ചിയുടെ വീടിൻ്റെ അവിടെ എത്താറായിട്ടോ. അവളുടെ അവിടുത്തെ ഞങ്ങൾ ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യാറില്ല, ആ കുളത്തിൻ്റെ അവിടേക്ക് എത്തി. നല്ല രസമായിട്ടോ ഇവിടെ, അടിപൊളി വൈബാണ്.
ഈ സ്ഥലം പ്രത്യേകിച്ച് ഈ ഫോട്ടോ ഒക്കെ എടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അമ്പലം ഉണ്ട് അടുത്ത്. അങ്ങനെ നമ്മൾ കാറിൽ നിന്ന് ഇറങ്ങി വീടെത്തി. ചേട്ടൻ നല്ല ഉറക്കം. ചേട്ടൻ എന്തോ ക്ലോസിങ്ങോ എന്തോ സംഭവമൊക്കെയാണ്, ലേറ്റായിട്ടാണ് എത്തുക. അപ്പോൾ ഞങ്ങൾ കുറേ നേരം വിളിച്ചു, ചേട്ടൻ കേട്ടില്ല തോന്നുന്നു. അങ്ങനെ നല്ല ഉറക്കമായിരുന്നു കേട്ടോ ചേട്ടൻ. പിന്നെ ഇവള് വാതിൽമ തട്ടിയിട്ടും പിന്നെ കോണിൻ ബെല്ല് തേച്ചപ്പം നശിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഗൈസ്. നമ്മളിങ്ങനെ അടിച്ചടിച്ച് നശിപ്പിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അവളുടെ ചെടികളൊക്കെ കാണിച്ചു തന്നു കേട്ടോ. അങ്ങനെ ചേട്ടൻ വന്ന് വാതിലൊക്കെ തുറന്നു. പിന്നെ എൻ്റെ ഈ വഴിക്ക് എത്തിയപ്പോഴാണ് അപ്പുറത്തെ വീട്ടിൽ റോസാപ്പൂ വിരിഞ്ഞിരിക്കുന്നത് കണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമായിരിക്കും. എന്തത് കിട്ടാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇത്. അങ്ങനെ ഒരു മതിൽ ചാടി കയറണം. എനിക്കങ്ങനെ സ്റ്റിച്ചും ഒക്കെ വെട്ടി വേദനയൊക്കെ കുറഞ്ഞ് വരുന്നേ ഉള്ളൂ. എന്നാലും ഞാൻ ആദർശേട്ടൻ കാണാതെ പതുക്കെ ഇങ്ങനെ റിസ്ക് എടുക്കാതെ കയറി പൂ പൊട്ടിക്കാൻ വേണ്ടിയിട്ട്. ഇവളുടെ വീടിൻ്റെ തൊട്ടപ്പുറത്ത് വീടുണ്ടല്ലോ, അപ്പോൾ അവിടെ ആരുമില്ല. അപ്പോൾ ഇവള് പേടിച്ച് എൻ്റെ ഒപ്പം വന്ന് നിന്നാട്ടോ, കാരണം എന്തായിന്ന് അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ എൻ്റെ ആഗ്രഹം സാധിച്ചു ഗൈസ്, പൂ പൊട്ടിച്ചു. അപ്പോഴേക്ക് ഇത് പൂ പൊട്ടിക്കുമ്പോൾ ഞാൻ മനസ്സിലൊരു കാര്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നു, അത് ഞാൻ എന്തായാലും ചെയ്യാൻ പറ്റണേന്ന് ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്. പാദർശനം വരുമ്പോഴേക്ക് ചീത്ത കേൾക്കുമോ എന്ന് അറിയിട്ട് ഞാൻ വെറുതെ ഇങ്ങനെ ഇരിക്കട്ടോ അവിടെ നിന്ന് പതുക്കെ ചാടി ഇറങ്ങണം. അങ്ങനെ ഇത് വിനീഷേട്ടൻ എനിക്ക് വന്നു. വിനീഷേട്ടൻ അതിന് മുന്നേ എനിക്ക് വന്നു കേട്ടോ. ഞാൻ പക്ഷെ വിളിക്ക് കയറിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ നേരെ ചെടി റോസപ്പൂ പൊട്ടിക്കാൻ വേണ്ടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് എല്ലാവരും കൂടി ഇന്ന് കുറേ ഞങ്ങൾ നല്ല രസമാട്ടോ. ഇവിടെ എല്ലാവരും കൂടിയായിട്ട് കൂടാൻ വേണ്ടിയിട്ട് നല്ല വൈഭവം. ഞങ്ങൾ മാക്സിമം എല്ലാവരും കൂടി കൂടുമ്പോൾ അടിച്ച് വിളിക്കാറുണ്ട്. പിന്നെ ഞാൻ എന്താ അവളുടെ കയ്യിൽ നിന്ന് എന്തൊക്കെ കോച്ചാൻ പറ്റും നോക്കുകയാണ് കേട്ടോ. ഡ്രസ്സുകളും ടോപ്പുകളൊക്കെ എനിക്ക് പറ്റാവുന്നതൊക്കെ ഞാൻ അവിടുന്ന് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇറങ്ങുക. തേജപ്പനെ ചമ്മിപ്പിച്ചു ഗൈസ്. അവനോട് ഞാൻ ലാസ്റ്റ് ഒരു ഉമ്മ ചോദിച്ചിട്ട് അവൻ എനിക്ക് തന്നില്ല. അല്ലെങ്കിൽ അവൻ ഭയങ്കര ജാട പിടിച്ച് നിന്ന്. അങ്ങനെ ആദർശൻ്റെ മുമ്പിൽ അവൻ്റെ നാണം കെടുത്തി. അങ്ങനെ നമ്മൾ ഇറങ്ങാം കേട്ടോ. അപ്പോൾ നമ്മൾ രണ്ടുപേരും വ്ളോഗ് എടുക്കുന്നുണ്ട്. എനിക്ക് വെച്ചാൽ ഞാൻ എല്ലാം വ്ളോഗ് എടുത്ത് വയ്ക്കും, പക്ഷെ ഞാൻ പോസ്റ്റ് ആക്കാറില്ല ഗൈസ്. എനിക്ക് എന്താ പറയുക, ഒരുമാതിരി സ്വഭാവമാണ് എൻ്റെ ഗൈസ്. എനിക്ക് മടി കൂടുതലാണ്, കാരണം എഡിറ്റ് ചെയ്യാനും ഒക്കെ. അപ്പോൾ ചേച്ചി ഇത് അറ്റാറ്റൊക്കെ തന്ന് അങ്ങനെ നമ്മൾ പോവാണ് കേട്ടോ. അങ്ങനെ ഞാൻ വിചാരിച്ച കാര്യമൊന്നും നടന്നില്ല ഗൈസ്. ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഈ റോസാപ്പൂവ് വരണ വഴി ഏതെങ്കിലും പള്ളി കണ്ടാൽ അവിടെ വെക്കണം എന്നായിരുന്നു. അങ്ങനെ നമ്മൾ എടപ്പാൾ ചമ്രവട്ടമൊക്കെ എത്തിയിട്ടോ. പിന്നെ നമ്മൾ എല്ലാ ദിവസവും എപ്പോഴും പോകുമ്പോൾ നമ്മൾ ഇവിടെ നിന്നാണ് പൈനാപ്പിൾ വാങ്ങിക്കാറ്. പൈനാപ്പിൾ ഇങ്ങനെ ഉപ്പിലിട്ടേക്കില്ലേ അതിലും. പിന്നെ നമ്മളെപ്പോഴും വാങ്ങിക്കാറത് ഈ കാണുന്ന അച്ചാച്ചൻ്റെ അടുത്തു നിന്നാണ്. ഇന്ന് ആദർശേട്ടൻ പെട്ടെന്ന് വണ്ടി നിർത്തിയത് ഇവിടെ ഗൂഗിൾ പേ ഈ അച്ചാച്ചൻ്റെ അടുത്ത് ഇല്ല തോന്നുന്നു. അപ്പോൾ ഗൂഗിൾ പേ എല്ലായിടത്തും നോക്കിയിട്ട് നമ്മൾ നിന്ന് പിന്നെ അതിൽ മുളകും പൊടിയൊക്കെ ഇങ്ങനെ ആക്കിയിട്ട് എൻ്റെ കയ്യിൽ തന്നു. ഹലോ, അപ്പം ഞങ്ങളിത് വീടെത്താറായി ഗൈസ്. എനിക്ക് ഇത്ര കാലം വീഡിയോ കുറച്ചൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, പിന്നെ അങ്ങനെ അധികം ഒന്നും എടുത്ത് വെച്ചിട്ടില്ല. അപ്പോൾ വീടെത്താറായപ്പോൾ ആദർശയുടെ കുറുക്കുറു വാങ്ങിക്കാൻ പോയേക്കാണ്. എനിക്ക് കുറേ നേരം ഇങ്ങനെ തപ്പി നിൽക്കുന്നു. മൂക്കടഞ്ഞു ഗൈസ്. ഇനി പനി വരുന്നുണ്ട്. അപ്പോൾ ടയറുണ്ട് കേട്ടോ നമ്മുടെ വണ്ടിയുടെ ബാക്കിൽ. നമ്മളിത് വരണ വഴിക്ക് 2-3 കടകളിൽ ഇറങ്ങി ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എവിടെയും കുറുക്കുറു കിട്ടാനില്ല. അങ്ങനെ തീരെ കിട്ടാതെ ഇപ്പോഴാണ് ഞാൻ വിചാരിച്ചത് എന്തപ്പോൾ ഇത് നമ്മൾ ഒരു കാര്യം ആഗ്രഹിച്ച് കഴിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞിട്ട് വാങ്ങിക്കാൻ നിൽക്കുന്ന സമയത്ത് സംഭവം കിട്ടാനില്ല ഗൈസ്. അപ്പോൾ എല്ലായിടത്തും ബിങ്കോയൊക്കെ ഉള്ളത്. അപ്പോൾ ഒരു ചേട്ടടുത്ത് തുടച്ചൊക്കെ കൊടുത്തപ്പോൾ അത് ബിങ്കോയായിരുന്നു. അങ്ങനെ ആദർശേട്ടൻ തിരിച്ചു പോന്നു. അങ്ങനെ അടുത്ത ഷോപ്പിലെത്തി ഗൈസ്. ഇതിന് മുന്നേ നമ്മളൊരു 3 ഷോപ്പ് കയറി ഉണ്ടാവും കേട്ടോ. അപ്പോൾ അടുത്ത ഒരു കടയിലെത്തി. അവിടെയും പോയി നോക്കി. അപ്പോൾ അവിടെയും കിട്ടിയില്ല. പിന്നെ ഇതാ അടുത്ത ഷോപ്പിലും ഇറങ്ങി. അവിടെയും ഇല്ല ഗൈസ്. പിന്നെ ഞാൻ എൻ്റെ പൂക്കളൊക്കെ എടുത്തു വെച്ചു. ഒന്ന് AC-യുടെ ഒരു തണുപ്പ് ഇങ്ങനെ കൊള്ളിക്കാൻ വിചാരിച്ചു. പിന്നെ നമ്മളിതേ പട്ടാമ്പിയിൽ നിന്ന് പൊട്ടിച്ച റോസാപ്പൂ വയ്ക്കണത് കോഴിക്കോടാണ്. ഈ പള്ളിയുടെ അതിന് മുമ്പ് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ മാതാവിൻ്റെ അടുത്ത് പോയിട്ട് റോസാപ്പൂ വെച്ച് നന്നായിട്ട് പ്രാർത്ഥിച്ചു. ഇത് നമ്മുടെ പെരുവയിലുള്ള ഒരു പള്ളിയാണ് കേട്ടോ. ഞാൻ ഉള്ളിലേക്കൊന്നും ഇതുവരെ പോയിട്ടില്ല. ഞങ്ങൾക്ക് അവിടെ അങ്ങനെ മാതാവും ഈശോയും പള്ളിയൊക്കെ ഉള്ള കാരണം എനിക്ക് ചെറുപ്പം തൊട്ടേ നമുക്ക് അയൽവാസികളൊക്കെ ക്രിസ്ത്യൻസ് ആയ കാരണം ഒരു ഈ മാതാവിന് കുറച്ച് വിശ്വാസമുണ്ട്. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചിട്ട് അവിടെ റോസാപ്പൂ വെച്ചിട്ട് പോന്നു. അപ്പോൾ ആദർശേട്ടൻ ആട്ടോ വീഡിയോ ഒക്കെ എടുത്തേ. പെരുവയിൽ നമുക്ക് ഇവിടെ കുറേ ബേക്കറീസ് ഉണ്ടല്ലോ. എന്തായിരുന്നു
കുറുക്കുറു വാങ്ങിക്കും. കുറുക്കുറെ ഇപ്പൊ ഇല്ല. കുറുക്കുറെ പേര് മാറ്റിട്ട് പേരി പേരി ആക്കി എന്തോ ആക്കിയിട്ടുണ്ട്. അത് ബിങ്കോയല്ലേ? അപ്പൊ കുറുക്കുറ ഏത് ബ്രാൻഡ്? ബിങ്കോയും കുറുക്കുറ എന്തെങ്കിലും വേറെ? പോർട്രേറ്റിലേ എടുക്കുന്നത്. ഒരാൾക്ക് മാത്രമേ ഫോക്കസ് കിട്ടത്തുള്ളൂ? പോർട്രേറ്റില് അല്ലല്ലോ, പോർട്രേറ്റിൽ ഒരാൾക്ക് അല്ലെ സ്ഥലത്തെത്തണം. നമ്മുടെ കട. അയ്യോ, ഇവിടെ കുറുക്കുറ ഇല്ല എന്നൊക്കെ തോന്നുന്നു. അവിടെ ഇല്ല മഞ്ഞക്കവർ നീല. നോക്കണ്ട ഒരു മിനിറ്റ് അവിടെ ഇരിക്കട്ടോ. പൊടിയാണ് ഗൈസ്. ആദർശം വരുന്നുണ്ടോ നോക്കാം നമുക്ക്. യെസ്, കിട്ടി ഗൈസ്, ഞങ്ങൾക്ക് കിട്ടി ഗൈസ്. പിന്നെ അങ്ങനെ അച്ചാച്ചൻ ഉണ്ടായിരുന്നു ചെറുപ്പയിൽ. അച്ചാച്ചനും കൂട്ടി നമ്മൾ വീട്ടിൽ പോവാട്ടോ. അങ്ങനെയൊക്കെ റൂം എത്തിയപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സമാധാനം. അമ്മ ഫുൾ ക്ലീൻ ചെയ്തിട്ടുന്നുണ്ടായിരുന്നു. ബാത്റൂം അടക്കം കഴുകി വൃത്തിയാക്കിയിട്ട് ഇട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് അധികം പണി ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ വന്നു വെച്ചെങ്കിൽ റൂം ക്ലീൻ ആക്കുന്നത് ഒരു മെയിൻ ചടങ്ങ് തന്നെയാണ്. പിന്നെ നമുക്കൊരു കൊളാബ് പെൻഡിങ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫോട്ടോഷൂട്ടിനും പോയി.